ഒമേഗ എജ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്ന കൂനത്തറയിൽ നിന്നും 1 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ ഇതാണ്. നമുക്കിതിലൊരു വീട് വരുന്നുണ്ട്. റോഡ് ഫ്രണ്ടേജ് ടാറിങ്ങും കോൺക്രീറ്റുമായിട്ടുള്ളതാണ്. ഫ്രണ്ടേജ് നമുക്ക് തെങ്ങ് വരുന്നുണ്ട്. തെങ്ങ് ഏകദേശം നമുക്കൊരു 30ഓളം തെങ്ങ്, നല്ല കായ്ക്കുന്ന തെങ്ങുകൾ വരുന്നുണ്ട്. കുരുമുളക് അതേമാതിരി ഒരു 60 മൂട് കുരുമുളക് വരുന്നുണ്ട്. റബ്ബർ ഒരു 70ഓളം റബ്ബർ വരുന്നുണ്ട്. കവുങ്ങ് 20 എണ്ണം. നമുക്കിത് 2 സെക്ഷനായിട്ടാണ് കിടക്കുന്നത്. ഒരു വഴി ഇത് നമുക്കിതിൽ തുടർന്ന് കാണാം. 2 സൈഡിലായിട്ടാണ് 53 + 40 ആയിട്ടാണ് കിടക്കുന്നത്. 40ലാണ് 70 റബ്ബർ നിൽക്കുന്നത്. പറ്റാത്തൊരു കണ്ടാണ് ഇത്. റിങ് ഇറക്കിയിട്ടുണ്ട്. 22 റിങ് ഇറക്കിയിട്ടുള്ള ഇതാണ് നമ്മൾ കണ്ടത് കിണർ. അതേമാതിരി 3 ബെഡ്റൂമായിട്ടുള്ളൊരു വീടാണ്. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ കൃഷിയൊക്കെ കാണുന്നത്. നമുക്കിപ്പോൾ ഇതിൽ കവുങ്ങിന്നും പിന്നെ ഈ കൊടിയെന്നും പന്നിയൂരിൻ്റെ കൊടിയാണ്. ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഏകദേശം വാർഷിക വരുന്ന ഓരോ സീസണിലും 50,000 രൂപയുടെ അടുത്ത് വരുമാനം കിട്ടുന്ന ഒരു ഇതാണ്. അതേമാതിരി തെങ്ങിന്നും വരുമാനമുള്ളതാണ്. ഇതിൽ നമുക്ക് മൊത്തം ചുറ്റി കാണാം. പുതിയ കവുങ്ങുകളും വെച്ചിട്ടുണ്ട്. നിറയെ കായ്ക്കുന്ന തെങ്ങുകൾ തന്നെയാണ് ഉള്ളത്. റബ്ബർ റോളർ നമുക്കുണ്ട് ഈ പറമ്പിൽ. പിന്നെ ഇഞ്ചി, മഞ്ഞൾ അങ്ങനെയുള്ള ഐറ്റംസ് ഇതിൽ നട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇഞ്ചി കാണുന്നത്. ഒരാവശ്യത്തിനുള്ള ഇഞ്ചിയാണ് വെച്ചേക്കുന്നത്. നമുക്കിതിലൊരു പഴയ തൊഴുത്ത് കാണാം, പശുത്തൊഴുത്ത്. തെങ്ങൊക്കെ നല്ല കായ്മരമുള്ള തെങ്ങാണ്. ഇപ്പോഴത്തെ വില അനുസരിച്ച് നോക്കുമ്പോൾ നല്ലൊരു വരുമാന മാർഗം കൂടി ഉള്ളതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ റബ്ബർ റോളർ വരെയാണ് കാണുന്നത്. മഞ്ഞൾ കൃഷിയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് പറഞ്ഞ വഴി വരുന്നത്. ഈ വഴിയുടെ ഉള്ളിൽ ഭാഗത്ത് ആണ് നമുക്കിപ്പോൾ ഈ കാപ്പി നട്ടിട്ടുണ്ടവർ. കാപ്പിക്കുരുവാണ് കാണുന്നത്. ഉൾപോർഷൻ വന്നിട്ട് നമുക്ക് വീടിനോട് ചേർന്നിട്ട് 53 സെൻറ്റ് സ്ഥലവും തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് തന്നെ ഈ റബ്ബർ എസ്റ്റേറ്റും കാണാം. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ വഴിയുണ്ട്. അടുത്തൊക്കെ വീടുകളാണ്. നമുക്ക് ലേഔട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. റബ്ബറിൽ നിന്ന് 10 ഷീറ്റോളം കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത് അവർ തന്നെ വെട്ടുന്നത് നല്ല പാലുള്ള മരങ്ങളാണ്. ഇതാണ് എൻ്റെ വഴി പോകുന്നത്. വഴി വേണമെങ്കിൽ വീതിയാക്കാം. വഴി കൂടാതെയാണ് ഈ 53 സെൻറ്റ് സ്ഥലവും 40 സെൻറ്റ് സ്ഥലവും വരുന്നത്. വീഡിയോസ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് നമുക്ക് ഇനിയൊരു 40 സെൻറ്റ് സ്ഥലം കൂടെ ഉണ്ട്. അത് കുറച്ച് മാറിയിട്ടാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ കൂടെ മാറിയിട്ടാണ്. അതിൻ്റെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൽ പ്ലാവ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. അതേമാതിരി കുടംപുളിയുണ്ട്. ഇതാണിപ്പോൾ റോഡ് വരുന്നത്. അടുത്തൊക്കെ വീടുകളുണ്ട്. ഇലക്ട്രിസിറ്റി പോസ്റ്റൊക്കെ അടുത്തുണ്ട്. ഈ ഒരു പോർഷനും നമ്മുടെ ഈ ഫ്രണ്ടേജ് ആണ്. റോഡ് ഫ്രണ്ടേജ് തന്നെയാണ്. റബ്ബർ എസ്റ്റേറ്റിൻ്റെ എൻഡ് ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇത് റോഡാണ്. നമുക്ക് കൂനത്തുറയിലേക്ക് അടുത്ത് തന്നെയാണ്. ലേഔട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കാണുന്നത്. ഒരിക്കൽ കൂടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കയറി കാണാം. സിറ്റൗട്ട്, ഒരു ഹാള്, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഹാള്. നമുക്കിവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്. ഡൈനിങ് റൂമുണ്ട്, ഒരു കിച്ചൺ. ഇവിടെ നമുക്ക് തൊഴുത്തിൻ്റെ പോർഷനാണ്. വിറക് വര, തൊഴുത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പുറത്ത് ഔട്ട് സൈഡിലും ബാത്റൂമും ടോയ്ലറ്റും ഉണ്ട്. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ്.
എല്ലാവരും 10-10 ഉള്ള റൂമുകളാണ്. നിലം കാവി പൂശിയതാണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്ക് അടുത്ത വീഡിയോയുടെ റോഡ് ഫ്രണ്ടേജ് ആണ്. ഇത് ഈ വീട് നിൽക്കുന്ന സ്ഥലം അവർ കൊടുത്തതാണ്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത് നമ്മുടെ സ്ഥലത്തിന്റെ. അടുത്തൊക്കെ വീടുകളൊക്കെ ധാരാളം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ലേഔട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സ്പേസ് ഉള്ള സ്ഥലമാണ്. ഇതിലൊരു കിണർ കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പോസ്റ്റ് അടുത്തുണ്ട്. ഇതിൽ തെങ്ങുണ്ട്. ഒരു 10-23 തെങ്ങ് ഇതിലുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കതൊക്കെ കയറി ഒന്ന് കാണാം. നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. നമുക്ക് അത്രയിൽ നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലത്തിൻ്റെയാണ് ഈ വിശേഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിറയെ തെങ്ങുകളാണ് ഉള്ളത്. വീട് വെക്കാൻ പറ്റിയ രീതിയിലുള്ള റോഡ് ഫ്രണ്ടേജോടുകൂടിയുള്ള സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അതിൻ്റെ അതിരുകളൊക്കെ നമുക്ക് കാണാം. അതിര് കുറ്റികൾ. ഈ വീടിന്റെ മതിലിനോട് ചേർന്നിട്ടുള്ള ഇപ്പുറത്തോട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഈ കാട് പിടിച്ച് നിൽക്കുന്ന സ്ഥലത്താണ് കിണർ. അത് നമുക്ക് കാണാം. 6-7 കോലില് വെള്ളം യഥേഷ്ടം കിട്ടുന്ന ഏരിയയാണ്. വെള്ളമുള്ള കിണറും കൂടിയാണ്. കൃഷിക്കും നമുക്ക് വീട് വെക്കാനും എല്ലാത്തിനും പറ്റിയ 40 സെന്റ് സ്ഥലമാണ് വരുന്നത്. 40 സെന്റ് സ്ഥലത്തിന് അവർ ഉദ്ദേശിക്കുന്ന വില 1.25 ലക്ഷം രൂപയാണ്. നമ്മൾ ആദ്യം കണ്ടത് 93 സെന്റാണ്. 53 + 40 അതിന്റെ വില വന്നിട്ട് 1 ലാഖാണ്. 1 ലക്ഷം രൂപയാണ്. ഇപ്പോഴത്തെ വിലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിൽ മാറ്റം വരും. ഇപ്പം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കച്ചവടമാണെങ്കിൽ ഈ രീതിയിലാണ് കൊടുക്കുന്നതെന്നാണ് ഓണർ പറഞ്ഞത്. ഇപ്പം തേങ്ങയുടെ വിലയും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ വില കൂടാൻ സാധ്യതയുണ്ട്. അപ്പം പഴയ രീതിയിലുള്ള വിലയ്ക്കാണ് അവർ കൊടുക്കുന്നത്. ഇതിലിപ്പം വീട് വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. തെങ്ങ് മുറിക്കാതെ തന്നെ വെക്കാനുള്ള സ്പേസ് ഇതിലുണ്ട്. ഇവിടെ നമുക്ക് റോഡിൽ നിന്ന് നേരിട്ടായിട്ടുള്ള വഴിയിട്ട് കഴിഞ്ഞാൽ നേരെ ഇവിടെ വീട് വെക്കാനുള്ളൊരു സ്പേസ് ഈ തേക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇവിടെയാണ് കിണർ. ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഉള്ള അറ്റാത്ത കിണർ തന്നെയാണ്. 5-6-7 കോല് മാത്രമാണ് താഴ്ചയുള്ളത്. അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ എന്തെങ്കിലും കച്ചവടമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ വിളിച്ചറിയിക്കുക. അപ്പോൾ ആരോ വിളിച്ച് സൈനിങ് ഓഫ്.